ഇന്നലെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ തന്നെ ന്യൂസ് മലയാളം അവിടെ നിന്നുള്ള വാർത്തകളൊക്കെ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. വൈകുന്നേരം അതിനുശേഷം അവിടെ വൈദികരെത്തുന്നു. രാവിലെ മുതൽ തന്നെ യോഗങ്ങൾ, ചർച്ചകളൊക്കെ നടക്കുന്നു. ചർച്ചകളൊക്കെ പലതും ഈ വഴി തടസ്സം ഉണ്ടാകുന്നു. അതെല്ലാം എങ്ങും എത്താതെ അലസി പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴാണ് നമ്മളിപ്പോൾ ഈ വോളിൽ കാണുന്ന പോലെ നമ്മുടെ റിപ്പോർട്ടർ അനിൽ ജോർജ് അദ്ദേഹം ഈ വാർത്തകൾ വളരെ സത്യസന്ധമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനിടയിലാണ് സിനഡ് അനുകൂലികളായ കുറച്ചു പേര് അദ്ദേഹത്തെ മർദ്ദിക്കുന്നത്. നമ്മുടെ മൈക്കിനൊക്കെ കേടുപാടുകൾ വരുത്തുന്നു. അദ്ദേഹത്തിന് മാത്രമല്ല, നമ്മുടെ ഈ ഡ്രൈവറിനും അതുപോലെ തന്നെ ക്യാമറാമാനും ഒക്കെ കുറച്ച് അധികം പരിക്കൊക്കെ ഏൽക്കുകയുണ്ടായി. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളിലേക്കാണ് ആദ്യം തന്നെ ന്യൂസ് മലയാളം പോകുന്നത്. അതായത് സത്യസന്ധമായി വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്നതല്ലാതെ അനിൽ ജോർജും നമ്മുടെ മറ്റ് സഹപ്രവർത്തകരോ യാതൊരു കാര്യവും, ഒരു തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കുന്ന പ്രവൃത്തിയും അവിടെ ചെയ്തിട്ടില്ല. പക്ഷേ സിനഡ് അനുകൂലി ഇതിപ്പോൾ ആദ്യമായിട്ടല്ല, ഇതിനു മുൻപും ന്യൂസ് മലയാളം റിപ്പോർട്ടർമാർക്ക് നേരെ ഈ സംഘത്തിൻ്റെ കയ്യേറ്റ ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അതൊക്കെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് തന്നെ ആദ്യം പോകാം. സിനഡ് അനുകൂലികളാണ് നമ്മുടെ സംഘത്തെ ആക്രമിച്ചത്. വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലെന്നും അവിടെ നിന്നും ഇറങ്ങണമെന്നും ഭീഷണിപ്പെടുത്തിയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഞങ്ങളല്ല അപ്പോൾ രാവിലെ മുതൽ തന്നെ ഈ വാർത്ത വളരെ സമാധാനപരമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ അനിൽ ജോർജ്. ന്യൂസ് മലയാളം സംഘം പെട്ടെന്ന് എങ്ങനെയാണ് ഈ ഒരു പ്രകോപനത്തിലേക്ക് സിനഡ് അനുകൂലികളെ എത്തിച്ചതെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അവിടെ നടന്നു. അതായത് ഈ കുർബാന തർക്കത്തിൽ നിലവിലെ കൂരിയായെ ഈ ആഴ്ച തന്നെ പിരിച്ചുവിടുമെന്നായിരുന്നു ആ വാർത്ത. പുതിയ വൈദികർക്കും ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ അനുവാദം നൽകി. ജൂലൈ 3 മുതൽ എല്ലാ പള്ളികളിലും ഞായറാഴ്ച ഒരു കുർബാന മാത്രം എന്നും തീരുമാനമുണ്ടായി. ഈ തീരുമാന വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനിടയിലാണ് അനിൽ ജോർജിനും ഞങ്ങളുടെ ന്യൂസ് മലയാളം സംഘത്തിനും സിനഡ് അനുകൂലികളുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ മർദ്ദനമേൽക്കേണ്ടി വന്നത്. ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ മീറ്റിംഗിനെ ചർച്ച ചെയ്തു. ഞാനും ബഡ്ജറ്റ് പറഞ്ഞിരിക്കുന്നത് സസ്പെൻഷൻ കാണാൻ പാടില്ല. അവിടെ ഇരിപ്പുണ്ട്, അവിടെ മുസ്ലിം മുഴുവൻ ഇന്നും ഇവിടെ ഇറങ്ങി പോകില്ല. അതുപോലെ അവിടെ നിന്ന് പിതാവിനെ സമൻസപ്പെട്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തീരുമാനിക്കാതെ ന്യൂസ് മലയാളം വാർത്താ സംഘത്തെ ആക്രമിച്ചതിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഈ സംഭവം കാലാകാലങ്ങളായി തന്നെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും ഈ വാർത്തകൾ സത്യസന്ധമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനിടയിൽ സഹിൻ ഉൾപ്പെടെ പലർക്കും മർദ്ദനമേൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ നടന്ന സംഭവം എന്താണ്? അനിൽ ജോർജിൻ്റെയും നമ്മുടെ ഡ്രൈവറുടെയും ക്യാമറാമാൻ്റെയും ഒക്കെ അവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? അതിൽ നിന്ന് തുടങ്ങാം സഹിൻ ആദ്യം. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് രണ്ട് വിഭാഗമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് ജനാഭിമുഖ കുർബാന വേണമെന്ന ഒരു വിഭാഗവും മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് അൾത്താർ അഭിമുഖ കുർബാന വേണമെന്നുള്ള ഒരു വാദവുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനൊരു സമവായത്തിനുള്ള ഒരു ചർച്ച ഇന്നലെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അനിൽ ജോർജ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഈ വാർത്ത കാലങ്ങളായി, പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര ആധികാരികമായി ഈ സഭാവാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു റിപ്പോർട്ടർ ഇപ്പോൾ നിലവിലില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആ അനിൽ ജോർജിനെയാണ് ഈ പറയുന്ന സംഘം, സഭാനുകൂലികൾ എന്ന് പറയുന്ന സംഘം കാര്യമായി മർദ്ദിച്ചത്. ഇന്നലെ ഇവർ ഈ പള്ളിയിലെത്തുകയും പള്ളിയുടെ അൾത്താര, പ്രത്യേകിച്ചും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അൾത്താര എന്നൊക്കെ പറയുന്നത് വളരെ വിശുദ്ധമായ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ഈ വിളിക്കുന്ന ചീത്ത വാക്കുകൾ, തെറികൾ, ഇതെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇവർ ഈ പോരാട്ടം നടത്തുന്നത്? ആർക്ക് വേണ്ടിയാണ് ഇവർ ഈ പള്ളികൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്? വിശ്വാസത്തിന് വേണ്ടിയാണല്ലോ. പക്ഷേ ആ വിശ്വാസമെല്ലാം ഇല്ലാതെയാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു വിശ്വാസിക്കും സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള തെറികളായിരുന്നു ഇന്നലെ അപ്പച്ചന്മാരും അമ്മച്ചിമാരെല്ലാം വന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്.
മാത്രമല്ല ഇത് കാലങ്ങളായി ഇത് തുടരുന്ന ഒരവസ്ഥയാണുള്ളത്. വൈദികരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാം, വൈദികർ എന്ന് പറയുമ്പോൾ ഒരു ലോഹയിട്ട ഒരു വൈദികൻ നമ്മുടെ സമീപത്തു കൂടി നടന്നു പോവുകയാണെങ്കിൽ നമ്മൾ ബഹുമാനത്തോടു കൂടി നോക്കിക്കാണുന്ന മനുഷ്യരാണ്. പക്ഷെ അവരെയൊക്കെ ഈ പറയുന്ന വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം വിളിക്കുന്ന തെറി കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും പള്ളിയിൽ പോകുന്നതോ പോകാത്തതോ ആയ മനുഷ്യർ ഇത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും കാര്യം എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആളുകളെ തന്നെ ഒന്നും വേണമെന്നില്ല. ഇവർക്കെതിരെ ആര് വാർത്ത ചെയ്താലും അവരെ തല്ലുക, അവരെ കൈകാര്യം ചെയ്യുക, അവരെ കായികമായി നേരിടുക. പള്ളിയിലെ രൂപത്തിന് മുന്നിൽ വെച്ചാണെങ്കിലും യേശുക്രിസ്തുവിന്റെ രൂപത്തിന് മുന്നിൽ വെച്ചാണെങ്കിലും അതൊന്നും നോക്കാതെ കണ്ണടക്കുന്ന അല്ലെങ്കിൽ കണ്ണ് പൊട്ടുന്ന തരത്തിൽ ചീത്ത വിളിക്കുക, ഇത് പതിവാക്കിയിരിക്കുന്ന ഒരു തെമ്മാടി കൂട്ടം എന്ന് തന്നെ ഇവരെ പറയേണ്ടി വരും. അങ്ങനെയുള്ള ഒരു വലിയ വിഭാഗം അത് വിശ്വാസത്തിന്റെ പേരിൽ വന്ന് നടത്തുന്ന ഒരു അടിഞ്ഞാട്ടമാണ് കഴിഞ്ഞ ഏതാനും നാളുകളെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സഭാനുകൂലികൾ എന്നുള്ള പേരിലും മറ്റ് വിമത വിഭാഗം എന്നുള്ള പേരിലും അങ്ങനെ രണ്ട് വിഭാഗമായി നിൽക്കുന്നു എന്നുള്ള. പക്ഷെ ഇവരുടെയൊക്കെ സ്വഭാവം ഒന്ന് തന്നെയാണ്, തെറി വിളിക്കുക, ആളുകളെ തല്ലുക. ഇത് ഇന്നലെയും ആവർത്തിച്ചു എന്നുള്ളതാണ് സേതു പറയേണ്ടത്. തീർച്ചയായും സഹിൻ, ഭക്തിയുടെ പേരിൽ നടക്കുന്ന ഗുണ്ടായിസം അല്ലേ? അത് തന്നെയാണ് സേതു ഒന്ന് ആലോചിച്ച് നോക്കുക. അനിൽ ജോർജിനെ സംബന്ധിച്ചിടത്തോളം അവന് 4ഉം 8ഉം വയസ്സുള്ള 2 കുട്ടികളുള്ള ഒരാളാണ്. ജീവിക്കാൻ വേണ്ടി ഒരു ജോലി എടുക്കുന്ന ഒരാൾ. അയാൾ സത്യം പറഞ്ഞു എന്നുള്ള പേരിൽ കായികമായി മർദ്ദിക്കുക. പക്ഷെ ഇവർ മനസ്സിലാക്കുന്നില്ല, ഇവർ എത്ര മർദ്ദിച്ചാലും നമ്മൾ ഈ തൊഴിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവരുടെ മർദ്ദനത്തിന്റെ ഭയന്ന് സത്യം പറയാതിരിക്കാനൊന്നും ഇവർക്കൊന്നും അനിൽ ജോർജിനെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. അവരിനിയും അത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, കാര്യങ്ങൾ ശരി സഹിൻ, എന്താണെങ്കിലും ഇന്നലെ സംഭവിച്ചത് അത് കുറച്ച് അതിര് കടന്നുപോയി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ അനിൽ ജോർജിനും നമ്മുടെ വാർത്താ സംഘത്തിനും നേരെ ആക്രമണം ഉണ്ടായത്. നമ്മുടെ ക്യാമറാമാൻ ശ്രേയസിനും ഡ്രൈവറിനും ഒക്കെ കുറച്ച് അധികം പരിക്കൊക്കെ ഏറ്റിട്ടുണ്ട്. ഇവരൊക്കെ ചികിത്സയിൽ തുടരുകയുമാണ്. ഇവരെ അതായത് അനുകൂലികളെ, സിനഡ് അനുകൂലികളെ പ്രകോപിപ്പിച്ചത് സത്യസന്ധമായുള്ള വാർത്ത. അവിടെ നടക്കുന്ന കാര്യം എന്താണ്, ഭക്തിയുടെ മറവിൽ അവിടെ നടക്കുന്ന ഗുണ്ടായിസം എന്തൊക്കെയാണെന്നുള്ള കാര്യം പ്രേക്ഷകരെ എത്തിച്ചു എന്നുള്ളതാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി.